തെക്കൻ കാറ്റിന്റെ തലോടിലിൽ പുഞ്ചിരി തൂകുന്ന ഈ കതിർമണികൾ ആരുടെയും മനസ്സിൽ നിറവേകും. വർദ്ധിച്ചു വരുന്ന നഗരവൽക്കരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും അനുയോജ്യമായ കൃഷിരീതിയാണ് കരനെൽ കൃഷി. കരനെൽകൃഷി ശാസ്ത്രീയമായി എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് കാണാം. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലമാണ് കരനെൽ കൃഷിക്ക് അനുയോജ്യം. ഏപ്രിൽ മാസത്തിൽ ആദ്യം ലഭിക്കുന്ന മഴയോടുകൂടി കൃഷിസ്ഥലം നന്നായി കിളച്ച് കളകൾ നീക്കി കട്ടകൾ ഉടച്ച് നിരപ്പാക്കുന്നു. അവസാനഘട്ട ഉഴവോടുകൂടി സെന്റിന് 20 കിലോഗ്രാം എന്ന രീതിയിൽ ജൈവവളങ്ങൾ അടിവളമായി ചേർക്കാം. വിത്തും വിതയും. കരനെൽ കൃഷിക്ക് യോജിച്ച നാടൻ നെല്ലിനങ്ങളാണ് കട്ടമോടൻ, കറുത്ത മോടൻ, സുവർണ മോടൻ, കൊച്ചുവിത്ത്, ചുവന്ന മോടൻ തുടങ്ങിയവ. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളായ സ്വർണപ്രഭ, അന്നപൂർണ, മട്ടത്രിവേണി, രോഹിണി, ഹർഷ, വൈശാഖ് തുടങ്ങിയവയും കരനെൽ കൃഷിക്കായി ഉപയോഗിക്കാം. 1 സെന്റ് കൃഷി ചെയ്യുന്നതിന് 400 ഗ്രാം വിത്താണ് ആവശ്യമായി വരുന്നത്. പൊടിവിതയാണ് സാധാരണയായി ചെയ്തു വരുന്നത്. വളപ്രയോഗം. നാടൻ ഇനങ്ങൾക്ക് അടിവളമായി 120 ഗ്രാം യൂറിയ, 400 ഗ്രാം രാജ്ഫോസ്, 100 ഗ്രാം പൊട്ടാസ്യം എന്നിവ നൽകണം. ചിനപ്പൊട്ടുന്ന സമയത്ത് 120 ഗ്രാം യൂറിയയും അടിക്കണ പരുവത്തിൽ 120 ഗ്രാം യൂറിയയും 100 ഗ്രാം പൊട്ടാസ്യവും നൽകണം. അത്യുൽപാദന ഹ്രസ്വകാല ഇനങ്ങൾക്ക് അടിവളമായി 175 ഗ്രാം യൂറിയ, 600 ഗ്രാം രാജ്ഫോസ്, 100 ഗ്രാം പൊട്ടാസ്യവും ചിനപ്പൊട്ടുന്ന സമയത്ത് 175 ഗ്രാം യൂറിയയും അടിക്കണ പരുവത്തിൽ 100 ഗ്രാം പൊട്ടാസ്യവും നൽകണം. മഴയെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് കരനെൽ കൃഷിയെങ്കിലും അടിക്കണ പരുവത്തിലും കതിരിടുന്ന സമയത്തും നന ഉറപ്പാക്കണം. ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മണ്ണിന് ഈർപ്പം നിൽക്കുന്ന രീതിയിൽ നന ഉറപ്പാക്കുന്നത് വിളവ് കൂട്ടുവാൻ സഹായിക്കുന്നു. കരനെൽ കൃഷിയിൽ പൊതുവെ കീടരോഗബാധ കുറവാണ്. കതിരിടുന്ന സമയത്ത് ചാഴി ആക്രമണം കണ്ടുവരുന്നു. ഒരു നുരിയിൽ 1-2 ചാഴി കാണുന്ന പക്ഷം മാലത്തിയോൺ തളിക്കാവുന്നതാണ്. ജൈവ നിയന്ത്രണമാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 6 മില്ലി മത്തി ശർക്കര മിശ്രിതം ലയിപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയൽ ഇലകരിച്ചിലും തടയാനായി സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ തളിക്കാവുന്നതാണ്. തണ്ടുതുരപ്പനെയും ഇലച്ചുരുട്ടയും തടയാനായി ട്രൈക്കോകാർഡുകൾ ഉപയോഗിക്കാം. നട്ട് ഒരാഴ്ചയും 20 ദിവസത്തിനും ശേഷം ട്രൈക്കോകാർഡുകൾ ഇലകളിൽ നിക്ഷേപിക്കാവുന്നതാണ്. കൃഷിക്ക് മുന്നേ കൃഷിസ്ഥലം നന്നായി ഒരുക്കി ഒരാഴ്ച കഴിഞ്ഞ് മുളച്ചു വരുന്ന കളകൾ ഒരാവർത്തി കൂടി ഉഴുത് മണ്ണോട് ചേർക്കുക. ഇടയ്ക്കിടയ്ക്ക് കളകൾ പറിച്ചു കളയുന്നതും ഇടയിളക്കി ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഭക്ഷ്യക്ഷാമത്തിന് എതിരെയുള്ള ഒരു പുത്തൻ പ്രതീക്ഷയാണ് കരനെൽ കൃഷി നൽകുന്നത്.